It's me Tafsira once again. Welcome back to our channel. ഇന്ന് ഞാൻ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ വേണം. അതിലൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാല്ല, അങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി, കീറിപ്പോവരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പീസുകൾ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കുറേ അധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസുമെന്ന് ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ബോട്ടിലിൻ്റെ അളവിനേക്കാളും കുറച്ചുകൂടി കൂടുതലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സർക്കിൾ പീസും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, ആ ഒരു സർക്കിൾ പീസ് ബോട്ടിനേക്കാളും കുറച്ച് കൂടുതലാണ്. അങ്ങനെ എടുക്കുക. എന്നിട്ട് ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഓരോ നമ്മൾ ചുരുട്ടി വെച്ച ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് എടുക്കണം. ബോട്ടിൽ കാണാൻ തന്നെ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ താഴേക്ക് കുറച്ചിങ്ങനെ കൂടുതലാക്കി എടുക്കണം കേട്ടോ. ആ ഒരു താഴെയുള്ള കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിന്മേൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെയും നമുക്ക് ഈ പീസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തു വരുമ്പോൾ. അപ്പോൾ ഞാൻ ഫുള്ളായതുപോലെ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ബോർഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താഴെ മുകളിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ കത്രിക യൂസ് ചെയ്തിട്ട് നമ്മുടെ താഴെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ, സർക്കിൾ ഷേപ്പ്, ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ താഴേക്ക് കുറച്ചിങ്ങനെ ഇറക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലും നമുക്കിതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ല നീറ്റാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസുമെന്ന് ഇതുപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു 3-4 ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ, നീളത്തിൽ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിന് ഒട്ടിച്ചു കൊടുക്കുക. താഴേക്ക് ഒട്ടിച്ചു കൊടുക്കണേ, താഴെ ഇറക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. മുകളിലും സെൻറ്ററിലൊന്നും ഒട്ടിച്ചു കൊടുക്കരുത്. ഇത് നമ്മളൊരു ഡോർ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആ ഡോറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പേപ്പർ ചുരുട്ടിയ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് അതിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ താഴെ മുകളിലൊക്കെ പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റിയല്ലോ, അപ്പോൾ ആ മാറ്റിയ പീസ് ഇതുപോലെ എങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിനായിട്ട് വേറെ പേപ്പർ ചുരുട്ടി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിതുപോലെ ഒരു പേപ്പർ ട്യൂബ് എടുക്കാം. അതിന് ശേഷം ഒരു സ്റ്റിക്കും എടുക്കാം. അപ്പോൾ ഈ പേപ്പർ ട്യൂബ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റിക്കും അതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. പേപ്പർ ട്യൂബൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. ജസ്റ്റ് ഒരു ഈർക്കിൾ എന്തെങ്കിലും എടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിന്മേൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റേ സൈഡിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇതിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് കാർഡ്ബോർഡ് പീസുമെന്ന് ഞാൻ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്മേലും ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഡോറിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതുപോലൊരു പീസും കൂടെ വേണം. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് ആ ഒരു സ്റ്റെപ്പിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ സ്റ്റെപ്പിൻ്റെ താഴെയും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ആ ഒരു താഴെയുള്ള കാർഡ്ബോർഡ് പീസിന്മേൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഞാനിവിടെ വൈറ്റ് സിമെൻ്റ് ആണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നാക്കി മിക്സാക്കി എടുക്കുക. കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വീടൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതേറ്റും ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ആ ബ്രഷ് ആയിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ബ്രഷ് എടുക്കുന്നില്ല. അതിന് എന്തെങ്കിലും പെട്ടെന്ന് കേടുവരുമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായി ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതേ ഫുള്ളായി വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. പിന്നെ നമുക്കൊരു കാർഡ്ബോർഡ് പീസുമെന്ന് നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ ആ ഒരു അളവിലുള്ള ഒരു സർക്കിൾ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിന്മേലും നമുക്കിതുപോലെ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് കട്ടിക്ക് ചെയ്തെടുക്കണേ. അങ്ങനെ ഫുള്ളായി ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഈർക്കിളി എന്തെങ്കിലും സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു വുഡിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഡ്രൈ ആവാനായിട്ട് വെക്കാം.
അങ്ങനെ ഇതേ നമ്മുടെ ഈ ഒരു സംഭവം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ അത് പിന്നെ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഒരു ഭാഗം ഇല്ലാതെ ബ്ലാക്ക് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അക്രിലിക് പെയിൻറ്റിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം അങ്ങനെ വല്ലാതെ പെയിൻറ്റ് പിടിക്കാത്ത പോലെ തോന്നും, ഒരു കട്ടിയായിരിക്കും. അങ്ങനെ ഇത് എല്ലാ ഭാഗത്തും ബ്ലാക്ക് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ബ്രൗൺ പെയിൻ്റാണ് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്ലാക്കിൻ്റെ മുകളിലായിട്ട് ഫുള്ളായി അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ബ്ലാക്കും കാണണം, ആ ഒരു രീതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോറുമേലും കൊടുക്കേണ്ട, പിന്നെ ഡോറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു പേപ്പറിൻ്റെ പീസ് അതിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുത്തല്ലോ, അതിമേലും കൊടുക്കരുത്. ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് ബ്രൗൺ ഷെയ്ഡും കൂടെ കൊടുത്തപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു വുഡിൻ്റെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്കും ബ്രൗണും മിക്സ് ആയപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബ്ലൂ അക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വൈറ്റും കൂടെ വേണേ. അപ്പോൾ കുറച്ച് ബ്ലൂ എടുക്കുക, എന്നിട്ട് അതിലേക്ക് വൈറ്റും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഡോറുമലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഡോറുമലും പിന്നെ ആ ഡോറിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ രണ്ട് വശത്തായിട്ടും കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഗ്രീൻ കളറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഗ്രീന് ഈ ഡോറിൻ്റെ മുകളിൽ ഉള്ള ആ പീസുമലാണ് ഗ്രീന് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പേപ്പർ ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തല്ലോ, അതിന്മേലും ഒരു ഭാഗത്തായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീൻ ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ സാപ്പ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഗ്രീനിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മറ്റേതൊരു ഭയങ്കര ഒരു ബോറായിട്ടുള്ള ഗ്രീൻ ആയിരുന്നു. അപ്പോൾ അതൊന്ന് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാപ്പ് ഗ്രീൻ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ പേപ്പർ ട്യൂബ് വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തല്ലോ, അതിന്മേലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റായി കാണിക്കാൻ വേണ്ടി ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കാട്ടിലുള്ള ആ ഒരു മരത്തിൻ്റെ വീട് പോലെ തന്നെ തോന്നിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണലുണ്ടല്ലോ, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പീസുമേലും ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വുഡിൻ്റെ ടെക്സ്ചർ കൊടുത്തല്ലോ, അതിമേലും ആദ്യം ബ്രൗൺ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മൂടി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെൻ ഹോൾഡർ ആക്കുക, അല്ലെങ്കിൽ ഫ്ലവർ പോട്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഷോക്കേസിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു വുഡ് ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്.